ഹായ് ഹലോ നമസ്കാരം. ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും ഗ്രീൻ പീസിൻ്റെ ഫ്രൈ ആയിരുന്നു കേട്ടോ. ഈ ഗ്രീൻ പീസിൻ്റെ ഫ്രൈയിൽ കുറച്ച് ചാട്ട് മസാല ചേർത്തിട്ടാണ് നമ്മൾ ആദ്യം കഴിക്കുക കേട്ടോ. അവനങ്ങനെ ചാട്ട് മസാല ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിങ്ങനെ ഗ്രീൻ പീസിൻ്റെ ഫ്രൈൻ്റെ കൂടെ ആകുമ്പം കുറച്ചുകൂടി ഇഷ്ടമാണ്. അങ്ങനെ അങ്ങനെ കഴിക്കും. പിന്നെ ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് കട്ടൻ കാപ്പിയാണ് കേട്ടോ എടുത്തത്. ഇനി നമുക്ക് ഉച്ചത്തെ ചോറിന് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ചോറിന് ഞാനിന്ന് പരിപ്പും മുരിങ്ങയിലയും കറി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് നല്ല മാങ്ങാച്ചാർ എടുത്തിട്ടുണ്ട്. പിന്നെ പയറുപ്പേരി. പയറുപ്പേരി ഞാൻ എപ്പോഴും ചെയ്യണ പോലെ തേങ്ങയും വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ടുള്ള ഒരു ഉപ്പേരി. പിന്നെ ഒരു കൊണ്ടാട്ട മുളക് വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് മീൻ മത്തിയായിരുന്നു കിട്ടിയത്. അപ്പം ഞാൻ വിചാരിച്ചു മത്തി നല്ല കുരുമുളകൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടൊന്ന് വറുത്തെടുക്കാമെന്ന്. അപ്പോൾ നല്ല സ്പെഷ്യൽ മത്തി പൊരിച്ചതുമാണ് ഇവിടെ. മത്തി പൊരിച്ചതും ഈ മുരിങ്ങയില കറിയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പച്ചക്കറിയും മീൻ പൊരിച്ചതുമാണ് എൻ്റെ ഒരു ഫേവറേറ്റ്. അപ്പം അതെല്ലാം കഴിച്ച് നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നേരത്തെ നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് കാരണം നമുക്കൊന്ന് സിനിമയ്ക്ക് പോകാനുണ്ട്. സിനിമയ്ക്ക് നമ്മൾ നേരത്തെ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടതാണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങണം. കാരണം ഇവിടെ ബ്ലോക്കൊക്കെ ഉണ്ടാവുന്നതുകൊണ്ട് കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങി. പിന്നെ ചാരുവിന് കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങേണ്ടതുകൊണ്ട് ബേക്കറിയിൽ നിർത്തി അതൊക്കെ വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ തിയേറ്ററിൽ എത്തിയത്. ഞങ്ങൾ കാണാൻ വന്ന മൂവി ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, പാട്രിയോട്ട്. അതിൻ്റെ ഫസ്റ്റ് ഡേ ആണ് നമ്മൾ പോയത്. അതുകൊണ്ട് തന്നെ ഹൗസ്ഫുൾ ആയിരുന്നു കേട്ടോ തിയേറ്റർ. പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ മൂവി ഞങ്ങൾ കണ്ടിറങ്ങി കേട്ടോ. മൂവി എനിക്ക് തോന്നുന്നു അടിപൊളിയായിരുന്നു. ഒരു ആവറേജ് അടിപൊളി പടം. പിന്നെ നമ്മൾ നേരെ അവിടുന്ന് നേരെ മുമ്പിലായിട്ട് നമുക്കൊരു പാർക്കുണ്ട്, മല്ലികേഡ് തിയേറ്ററിന് നേരെ ഓപ്പോസിറ്റായിട്ട്. അപ്പോൾ ഞങ്ങൾ പാർക്കിലൊക്കെ പോയി. ആദൂനും ചാരുനും കുറേ ദിവസമായിട്ട് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കളിക്കാനും പുറത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളിതാ ഈ ഒരു പാർക്കിൽ വന്നു. പാർക്കിൽ പിന്നെ ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നിറഞ്ഞ് വൈകുന്നേരം ആയിട്ടില്ലോ, അതുകൊണ്ട് തന്നെ നിറച്ച ആളുകളുണ്ട്. പിന്നെ എല്ലാവർക്കും വൈകുന്നേരമല്ലേ കുട്ടികളെയും കൊണ്ട് വരാൻ പറ്റുന്നൊരു സമയം എന്ന് വേണ്ടത്. അതുകൊണ്ട് തന്നെ തിരക്കായിരുന്നു. അങ്ങനെ ഒരുപാട് റൈഡും കാര്യങ്ങളൊന്നും ഉള്ളൊരു പാർക്കല്ല. പക്ഷേ ഉള്ളത് എല്ലാ കുട്ടികളും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ ദാ ഇതൊരു കോൺക്രീറ്റിൻ്റെ ഈ ഒരു ടൈപ്പ് സാധനമാണ് കേട്ടോ. അതെനിക്ക് തോന്നുന്നു അങ്ങനെ ഓവർ പെട്ടെന്ന് നമ്മളങ്ങോട്ട് വീണൊന്നും പോവില്ല, സ്ലൈഡ് ചെയ്ത് പോവില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ചാരുവിനും മാധുവിനൊക്കെ നല്ല അടിപൊളിയായിട്ട് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചാരു ഒറ്റയ്ക്ക് തന്നെ ഇതിൽ ഇതേപോലെ വരുന്നുണ്ട്. അവൾക്ക് ഇഷ്ടമായത് കൊണ്ട് അവൾ രണ്ടാമതും മൂന്നാമതൊക്കെ കയറി വരുന്നുണ്ട്. അവൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നത് എന്തായാലും. പിന്നെ അവിടെ നിന്ന് വരുന്നുണ്ടായിരുന്നില്ല. അവസാനം പിന്നെ നമ്മൾ എങ്ങനെയോ പിടിച്ചിറക്കി പോകുന്നതാണ്. വൈകുന്നേരം ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു 6:30 ഒക്കെ ആകുമ്പോഴത്തേ ഇറങ്ങി. കാരണം ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നേരെ ഫുഡ് കഴിക്കാൻ വന്നു. ഫുഡ് കഴിക്കാനുള്ള നമ്മളെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് മന്തി മനസ്സിൽ തന്നെയാണ്. സോ നമ്മൾ അവിടേക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. നമ്മളിന്ന് ഇപ്രാവശ്യം വന്ന പെരി പെരി അൽഫാം മന്തിയാണ് കേട്ടോ. കുറച്ച് എരിവ് കൂടിപ്പോയോ സംശയം ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളി മന്തിയൊക്കെ കഴിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോന്നു. ഓക്കെ, ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.